ശബരിമലയിൽ പോകുമ്പോൾ എല്ലാം നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നതാണ് വാവരുടെ നട. ശരിക്കും അത് വാവരാണോ അതോ വാപുരസ്വാമിയാണോ അങ്ങനെ കേൾക്കുന്നു ഇപ്പോൾ? അങ്ങനെ ഒരു തർക്കം നിലവിലുണ്ട്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം മിനിഞ്ഞാന്ന് എരുമേലി അയ്യപ്പൻ കാവ്, അങ്ങനെ ഒരു കാവുണ്ട് എരുമേലിയിൽ. എരുമേലി ക്ഷേത്രത്തിനടുത്താണ്. അയ്യപ്പൻ കാവിൽ ഹിന്ദു മതവിശ്വാസപ്രകാരമുള്ള അഷ്ടമംഗല ദേവപ്രശ്നം നടന്നു. ഇരിങ്ങാലക്കുട പത്മനാഭ ശർമ്മയുടെ നേതൃത്വത്തിലാണ് ദേവപ്രശ്ന ചിന്ത നടന്നത്. അതിനകത്ത് ആ ദേവപ്രശ്ന ചിന്തയിലൂടെ ഉരുത്തിരിഞ്ഞു വന്നത് ശബരിമല അയ്യപ്പൻ്റെ പ്രധാന പരിചാരകനായിരുന്ന വാപുരസ്വാമി, ശ്രദ്ധിക്കണം, വാപുരസ്വാമിയുടെ പേരിൽ ഒരു ക്ഷേത്രം ഉണ്ടാവണം, അവിടെ വാപുരസ്വാമിയുടെ പ്രതിഷ്ഠ നടത്തണമെന്നാണ് ദേവപ്രശ്നത്തിൽ ഉരുത്തിരിഞ്ഞു വന്നത്. ഈ ദേവപ്രശ്നത്തിൽ പങ്കെടുത്തത് ജ്യോതിഷ പണ്ഡിതന്മാരുടെ പേരൂടെ കേൾക്കണം. അതായത് ഇരിങ്ങാലക്കുട പത്മനാഭ ശർമ്മയാണ് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിനൊപ്പം ജ്യോതിഷ പണ്ഡിതന്മാരായ മുല്ലേപ്പള്ളി നാരായണൻ നമ്പൂതിരി, തൃക്കുന്നപ്പുഴ ഉദയകുമാർ, മറ്റം ജയകൃഷ്ണൻ, പുതുമന ഹരി നമ്പൂതിരി, ശ്രീനാഥ് വടകര, ദേവിദാസൻ കണ്ണൂർ, മോഹൻ കെ വേദ്കുമാർ, വേണുഗോപാൽ മാള, കൃഷ്ണമേനോൻ, രാമവർമ്മ, മണ്ണൂർ വിശ്വനാഥ പണിക്കർ, ബാലസുബ്രഹ്മണ്യം തുടങ്ങിയ ആളുകളൊക്കെ ചേർന്ന് നടത്തിയ അതിവിപുലമായ ഒരു ദേവപ്രശ്നം എന്ന് പറഞ്ഞാൽ കോടതി വിധികൾ പോലും മാനിക്കുന്നത് ദേവപ്രശ്നത്തെയാണ്. ദേവപ്രശ്നം ആണ് ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ്, താന്ത്രിക വിധി പ്രകാരമുള്ള ചടങ്ങുകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ദേവപ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനെ ദേവപ്രശ്നത്തിലെ തീരുമാനങ്ങളെ നമ്മുടെ നീതിന്യായ കോടതികളും അംഗീകരിക്കുന്നുണ്ട്. കാരണം ദേവന്റെ ഹിതം എന്താണെന്നാണ് ദേവപ്രശ്നത്തിലൂടെ വ്യക്തമാകുന്നത്. അപ്പോൾ അവിടെ ഈ എരുമേലി അയ്യപ്പൻ കാവിൽ ദേവപ്രശ്നം നടത്തിയപ്പോൾ അവിടെ ഉരുത്തിരിഞ്ഞു വന്നത് ഈ അയ്യപ്പൻ കാവിൽ വാപുരസ്വാമിയുടെ പ്രതിഷ്ഠ നടത്തണം. അപ്പോൾ വാപുരസ്വാമിക്ക് പ്രതിഷ്ഠയില്ല. അയ്യപ്പൻ്റെ ഏറ്റവും വലിയ സഹചാരിയായിരുന്നു, ഏറ്റവും വലിയ പരിചാരകനായിരുന്നു, ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു വാപുരർക്ക് ഇക്കാലമത്രയും ക്ഷേത്രമില്ലാതെ വാപുരരെ പരിഗണിക്കാതിരിക്കുന്നത് വല്ലാത്ത വ്യസനവും ഖേദവും ഉണ്ടാക്കിയിരിക്കുന്നു. അതിന് പരിഹാരം വേണമെന്നാണ് ഈ ത്തിൽ നടന്ന അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ വ്യക്തമാക്കുന്നത്. ഈ ചടങ്ങിന് സുരേഷ് ഗോപിയാണ്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഭദ്രദീപം കൊളുത്തിയിട്ടാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. അതിൽ പങ്കെടുത്ത ആളുകൾ, അതായത് വാപുരസ്വാമിയുടെ പ്രതിഷ്ഠ വേണമെന്ന് കണ്ടെത്തിയ ദേവപ്രശ്നത്തിൽ പങ്കെടുത്ത ആളുകളുടെ പേരുകൾ കൂടി കേൾക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നത്. അതിൽ പങ്കെടുത്തത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി, മാർഗദർശ മണ്ഡൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സത് സ്വരൂപാനന്ദ സ്വാമികൾ, മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി, ബദ്രീനാഥ് മുൻ റാവൽജി ഈശ്വരപ്രസാദ് നമ്പൂതിരി, ശബരിമല ഗുരുസ്വാമി കളത്തിനാൽ ഗംഗാധരൻ സ്വാമി അയ്യപ്പദാസ്, മുൻ ഗോവ ഗവർണർ കുമ്മനം രാജശേഖരൻ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാമൻ നായർ, മുൻ മാളികപ്പുറം മേൽശാന്തി പുതുമന മനു നമ്പൂതിരി, മുതിർന്ന പ്രചാരകർ സേതുമാധവൻ, വിശ്വൻ പാപ്പ, എ ഗോപാലകൃഷ്ണൻ, RSS പ്രാന്ത പ്രചാരകൻ വിനോദ്, AR മോഹൻ, LMRKയിലെ രജിത് കുമാർ, സൂര്യകാലടി ജയസൂര്യൻ ഭട്ടതിരിപ്പാട്, വാസ്തു വിദഗ്ധൻ മനോജ് നായർ, ആർക്കിടെക്ട് പ്രശാന്ത് ജി സുരേഷ് കുമാർ, സന്ദീപ് സേനൻ, ബ്രഹ്മജാനി ഭാർഗവറാം, VSP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, VR രാജശേഖരൻ, താന്ത്രികാചാര്യൻ സതീഷ് ഭട്ടതിരി, പറവൂർ ജ്യോതിസ്, ശരത് ഹരിദാസ്, കാലടി കൃഷ്ണൻ നമ്പൂതിരി, പ്രതീഷ് വിശ്വനാഥ്, അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തുടങ്ങി വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളും ആചാര്യന്മാരും പങ്കെടുത്തു. നോക്കൂ, ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട എല്ലാ സെഗ്മെന്റിലെ ആളുകളും പങ്കെടുത്തു. എല്ലാ പ്രധാനപ്പെട്ട, അതായത് ജൂനാഖാഡയിലെ സ്വാമി ആനന്ദവനം വരെ പങ്കെടുത്തു. അപ്പോൾ ഹിന്ദു സമുദായത്തിലെ എല്ലാ സെക്റ്റുകളിലെയും ആളുകൾ കൂടി പങ്കെടുത്ത് നടന്ന ഒരു ദേവപ്രശ്നത്തിലാണ് വാപുരസ്വാമിയുടെ പ്രതിഷ്ഠ നടത്തണവും തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ആ ദേവപ്രശ്നത്തിലെ പ്രതിഷ്ഠ, വിധിപ്രകാരമുള്ള പ്രതിഷ്ഠ നടത്താനുള്ള ഉത്തരവാദിത്തം അതിൽ പങ്കെടുത്ത RSSന്റെ ഉൾപ്പെടെ ബാക്കി എല്ലാ ഹൈന്ദവ സംഘടനകളുടെയും ഉൾപ്പെടെ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. അവർ പങ്കെടുത്തതാണ്. അതിന് ഭദ്രദീപം കൊളുത്തിയ സുരേഷ് ഗോപിക്ക് ഉത്തരവാദിത്തമുണ്ട്, അല്ലേ? അങ്ങനെ ചടങ്ങിൽ പുള്ളി പങ്കെടുത്തു കഴിഞ്ഞാൽ മന്ത്രിമാർ വന്നിട്ട് മറ്റ് ഈ നാട്ടിലെ കടമുറി ഉദ്ഘാടനം ചെയ്തിട്ട് പോകുന്ന പോലെയല്ല. ഒരു അഷ്ടമംഗല ദേവപ്രശ്നം ഉദ്ഘാടനം ചെയ്തു, ഭദ്രദീപം കൊളുത്തിയ സമാരംഭം കുറിച്ചു. അതിനുശേഷം ആ ചടങ്ങിൽ നിശ്ചയം വന്നിരിക്കുന്നു, വാപുരർക്ക് അവിടെ പ്രതിഷ്ഠ വേണം. അപ്പോൾ ഇങ്ങനെ വാപുരസ്വാമിയുടെ പ്രതിഷ്ഠ അവിടെ ഉണ്ടാവും, അവിടെ ക്ഷേത്രവും ഉണ്ടാകാൻ പോവാണ്, അയ്യപ്പൻ കാവിൽ ഉണ്ടാകാൻ പോവാണ്. അപ്പോൾ ഇനിയാണ് സിനു പറഞ്ഞ ചോദ്യത്തിന് പ്രസക്തമാകുന്നത്, വാവരാണോ വാപുരരാണോ? അതെ. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് അയ്യപ്പന്
വാവർ എന്ന് പറയുന്ന ഉം. ഒരു സഹായി, ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സഹായി ഉണ്ടായിരുന്നു. അയ്യപ്പൻ്റെ സഹചാരിയായിരുന്നു, എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. അയ്യപ്പനും വാവരും തമ്മിലൊരു യുദ്ധം ഉണ്ടായി. യുദ്ധത്തിൽ അയ്യപ്പൻ വാവരെ തോൽപ്പിച്ചത് മുതൽ വാവർ അയ്യപ്പൻ്റെ ഭക്തനായി മാറി. എന്തൊക്കെയാണ് ശബരിമലയിലേക്ക് കയറുന്നിടത്ത് ഒരു വാവര് നടയുണ്ട്. അവിടെ പോയി ആളുകൾ വഴിപാടിടുകയും തേങ്ങ ഉടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ശബരിമലയ്ക്ക് പോകുന്ന ആളുകൾ എരുമേലിൽ വന്നിട്ട് വേട്ട തുള്ളുന്നതിന്റെ ഭാഗമായി വാവരു പള്ളിയിൽ കയറുന്നുണ്ട്. വാവരുടെ പള്ളിയിൽ കയറുന്നുണ്ട്. പക്ഷേ വാവരുടെ പള്ളിയിലേക്ക് കയറുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അള്ളാഹ് അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് മലയാളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല, അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് വരുന്ന ഭക്തർ ഹിന്ദുമത വിശ്വാസികളായ അയ്യപ്പസ്വാമിയുടെ ഭക്തന്മാർ വായിക്കുന്നില്ല. അള്ളാഹ് അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പറയുന്നിടത്തേക്ക് വാവരുടെ പള്ളിയിലേക്ക് കയറാമോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഈ സമീപകാലത്ത് പ്രധാനപ്പെട്ട വേറൊരു സംഭവം ഉണ്ടായി. ചങ്ങനാശ്ശേരിയിലെ മഹല്ല് കമ്മിറ്റി കൺവീനർ MS നൗഷാദ് ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, അതായത് ഈ ഇസ്ലാം വിശ്വാസപ്രകാരത്തിൻ്റെ ഭാഗമല്ല ബാബർ എന്ന് പറയുന്ന ആളുകളെ ഞങ്ങൾ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അയാളുടെ ജീവിത രീതി, ഖബർ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇസ്ലാം മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമല്ലെന്ന് ചങ്ങനാശ്ശേരി മഹല്ല് കൺവീനർ MS നൗഷാദ് പറഞ്ഞിരുന്നു. നൗഷാദിൻ്റെ ഈ പ്രസ്താവന കോട്ട് ചെയ്തിട്ട് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രസിഡന്റ് അന്ന് ചോദിച്ചു, ഇസ്ലാം തന്നെ വാവരെ തള്ളിപ്പറയുകയാണ്, അപ്പോൾ പിന്നെ ഹിന്ദുമത വിശ്വാസത്തിൽപ്പെട്ട ആളുകൾ വാവറെ അംഗീകരിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, അബ്ദുള്ള പറഞ്ഞു മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ആരോഗ്യത്തിന് വേണ്ടി ശബരിമലയിൽ വഴിപാട് കഴിച്ചു. മമ്മൂട്ടിയുടെ അറിവോടെയാണ് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം, പ്രായശ്ചിത്തം ചെയ്യണം. അത് ഇസ്ലാം വിശ്വാസമാണ്. അത് പിന്നീട് സമസ്തയുടെ നേതാവ് ആവർത്തിക്കുകയും ചെയ്തു. അബ്ദുള്ള പോസ്റ്റ് പിൻവലിച്ചെങ്കിലും പക്ഷേ അതിന് ഔദ്യോഗികമായി മതത്തിൻ്റെ ശബ്ദമെന്ന നിലയിൽ വ്യാഖ്യാനിക്കാവുന്ന സമസ്തയുടെ നേതാവ് പറയുകയും ചെയ്തു. അതായത് ഒരു ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിൽ ഒരു ഇസ്ലാമിന് വേണ്ടി പ്രാർത്ഥന നടത്തിയാൽ അത് തൗബ ചെയ്യേണ്ട കുറ്റമാണ്. അങ്ങനെയാണെങ്കിൽ വാവർ പള്ളിയിൽ ഹിന്ദുക്കൾ വന്നിട്ട് ആരാധന നടത്തുന്നത് വാവർ അംഗീകരിക്കുമോ? ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ട്, അവിടെ എത്തുന്ന ഭക്തന്മാർ വാവർ എന്ന് പറയുന്ന ആള് അയ്യപ്പന്റെ ഏറ്റവും സഹചാരിയായിരുന്നു, അയ്യപ്പന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു എഴുതി നോട്ട് കെട്ടുകൾ വാരിയാണ് എറിയുന്നത്. ചാക്കിലാണ് ഈ നോട്ട് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം അള്ളാവിനെ അല്ലാതെ മറ്റാരെ അംഗീകരിക്കത്തില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്ന എരുമേലി പള്ളിയിൽ അയ്യപ്പന്മാരെ കൊണ്ടിടുന്ന ഷിർക്കായ ക്ഷേത്രത്തിൽ പോകുന്ന അയ്യപ്പന്മാരുടെ പണം ചാക്കി കെട്ടിക്കൊണ്ടുപോവാം. ഒരു വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ ഒരു ധനാഗമ മാർഗം എന്ന നിലയിൽ മാത്രമാണോ എരുമേലി പള്ളി പ്രവർത്തിക്കുന്നത്? വിശ്വാസപരമായി MS നൗഷാദ് പറഞ്ഞതുപോലെ വാവരെ ഇസ്ലാം അംഗീകരിക്കുന്നില്ലെങ്കിൽ ഹിന്ദുക്കൾ എന്തിന് അംഗീകരിക്കണം? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി വാവർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, അതോ ഈ വാപുരസ്വാമി എന്ന് പറഞ്ഞ് വാവരായി മാറ്റുകയും വളരെ തന്ത്രപൂർവ്വം വാപുരസ്വാമിക്ക് ഒരു ക്ഷേത്രമൊന്നുമില്ല, വാപുരൻ എന്ന് പറയുന്ന ഒരാൾ അയ്യപ്പന്റെ സഹചാരിയായിരുന്നു അറിയാം. അപ്പൊ വാവൂരിനെ പെട്ടെന്ന് വാവറാക്കി, വാവർ എന്ന് പറയുന്ന ബാബർ എന്നുള്ള പേരിൽ നിന്നാണ് വന്നത് എന്ന തരത്തിൽ വ്യാഖ്യാനിച്ച് വളരെ വിദഗ്ധമായ ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ ഭാഗമായി ആ വാവർ അല്ലെങ്കിൽ ബാബർ കുടികൊള്ളുന്ന അടക്കിയിരിക്കുന്ന ഖബറുള്ള സ്ഥലം എരുമേലി പള്ളിയാണ്, അല്ലെ അതുമായി ബന്ധപ്പെട്ട സ്ഥലമാണെന്ന് വ്യാഖ്യാനിച്ച് ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിലൂടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി നടത്തുന്ന ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണോ എന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ നോക്കേണ്ടത് ഈ കേരളത്തിൽ ഇസ്ലാം വന്നത് സംബന്ധിച്ചുള്ള ഏറ്റവും ആധികാരിക രേഖ കൊല്ലത്ത് നിന്ന് കിട്ടിയ ചെമ്പ് പട്ടയങ്ങളാണ്. കൊല്ലത്തെ ചെമ്പ് പട്ടയങ്ങളിൽ പറയുന്നുണ്ട് 9-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം വന്നു. ഇസ്ലാം മതവിശ്വാസത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ വന്നു രേഖപ്പെടുത്തിയിട്ട് നമ്മൾ ഇവിടെ മുഗളന്മാരുടെ മുഗൾ പടയുമായി ബന്ധമുള്ള ചില ആളുകൾ ഇവിടെ വന്ന് ആക്രമണം നടത്തി മുഗളന്മാരെ തിരുവിതാംകൂർ തോൽപ്പിച്ചൊരു ചരിത്രമുണ്ട്. അതിനുമൊക്കെ മുമ്പാണ്. അപ്പോൾ നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ തന്നെ ഇസ്ലാം വന്നത് കേരളത്തിലാണ്. കൊടുങ്ങല്ലൂർ ചേരമാൻ പെരുമാളിൻ്റെ പള്ളി ഉണ്ടായി. അവിടെ മാലിക് ദീനാർ വന്നിട്ടാണ് ആദ്യത്തെ മാലിക് ദീനാറും പിന്നെ 9 പേരോ മറ്റുമാണ് കേരളത്തിൽ ഇസ്ലാമായിട്ട് വരുന്നത്. പിന്നീട് അവിടുത്തെ നമ്മുടെ കേരളത്തിലെ രാജാക്കന്മാർ ഇവർക്ക് വന്നവർക്ക് 9 പേർക്ക് 9 സമുദായത്തിൽപ്പെട്ട പെണ്ണുങ്ങളെ കൊടുത്തു, 9 വീടുകൾ കൊടുത്തു. ആരാധിക്കാൻ ചേരമാൻ പെരുമാൾ എന്ത് ചെയ്തു? ദേവീക്ഷേത്രം പണിയാൻ വെച്ചിരുന്ന സ്ഥലവും ദേവീക്ഷേത്രത്തിന് വേണ്ടി ഉണ്ടാക്കിയിരുന്ന ഉരുപ്പടികളും കൊടുത്ത് അവിടെ ഒരു മുസ്ലിം പള്ളി ഉണ്ടാക്കി, മസ്ജിദ് ഉണ്ടാക്കി. ഇപ്പോഴും ചേരമാൻ പെരുമാളിൻ്റെ മസ്ജിദ് കണ്ട ഒരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു. അവിടെ തൂക്കുവിളക്കും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇസ്ലാം വരുന്നത്. പക്ഷേ അന്ന് ഇസ്ലാം വരുന്നതിന് മുമ്പേ ശബരിമല അയ്യപ്പ ക്ഷേത്രമുണ്ട്. അപ്പൊ എങ്ങനെ വാവൂര് വരുന്നു? കേരളത്തിൽ മാലിക് ദീനാർ വരുന്നതിന് മുമ്പേ ശബരിമല ക്ഷേത്രം ഉണ്ടായിരിക്കെ, ക്ഷേത്രം ഉണ്ടാവുന്നത് അയ്യപ്പൻ
എന്ന് പറയുന്ന പന്തള രാജകുടുംബത്തിലെ രാജകുമാരനായിരുന്ന അയ്യപ്പൻ ശബരിമലയിലെ ശാസ്താ വിഗ്രഹത്തിൽ ലയിച്ചതിന് ശേഷമാണല്ലോ ശബരിമല ക്ഷേത്രം അയ്യപ്പ സ്വാമി ക്ഷേത്രമായിട്ട് മാറുന്നത്. അപ്പൊ അയ്യപ്പൻ വരുന്നതിന് മുമ്പേ ശാസ്താവിന്റെ വിഗ്രഹം അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? ശാസ്താവാണ് ആ മൂലപ്രതിഷ്ഠ. ശാസ്താവിന്റെ കോവിലാണ് ശബരിമലയിൽ ഉണ്ടായിരുന്നത്. അയ്യപ്പൻ എന്ന് പറയുന്ന ഈ യോദ്ധാവായ ബാലൻ അവിടെ വന്ന് ശബരിമല ശാസ്താവിൽ ലയിക്കുകയാണ്. അപ്പൊ അയ്യപ്പന്റെ സഹചാരിയായി ആ സമയത്ത് ഒരു വാവർ ഉണ്ടാവണമെങ്കിൽ ഇസ്ലാം കേരളത്തിൽ ഉണ്ടാവണം. പക്ഷെ 8-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഇസ്ലാം വന്നതെന്ന് പറയുന്നു. അതെ. അപ്പൊ ഇത് രണ്ടും പൊരുത്തപ്പെടും. ചരിത്രപരമായി വാവർ എന്ന് പറയുന്ന ഒരാൾ കേരളത്തിൽ വരാൻ അന്ന് ഇവിടെ ഇസ്ലാം എത്തിയിട്ടില്ല. അറബികൾ വന്നിട്ടുണ്ട് കേരളത്തിൽ നബിക്ക് മുമ്പ്. 14-ാം നൂറ്റാണ്ടിലാണ് മുഹമ്മദ് നബി ഉണ്ടാകുന്നത്. മുഹമ്മദ് നബിക്ക് മുമ്പേ തന്നെ അറബികൾ വന്നിട്ട് അറബികളെല്ലാം ഇസ്ലാം ആയിരുന്നില്ല. അങ്ങനെയുണ്ട്. കച്ചവടത്തിനായിട്ട് വന്ന അറബികൾ അല്ലേ? ജൂതന്മാരുണ്ടായിരുന്നു. ജൂതന്മാരിൽ നിന്നാണ് ജൂതനായ യേശുദേവൻ ഉണ്ടാവുന്നത്. പിന്നീടാണ് കുറെ ആളുകൾ യേശു ക്രിസ്തുവിന്റെ അനുയായികളായ ക്രിസ്ത്യാനികളായി മാറുന്നത്. എന്ന് പറയുമ്പോൾ യേശു ഉണ്ടാകുമ്പോൾ ക്രിസ്ത്യാനി ഇല്ല, യേശു ജൂതനായിരുന്നു. അപ്പൊ അതുകൊണ്ട് യേശുവിന് മുമ്പുണ്ടായിരുന്ന ജൂതന്മാരെയൊക്കെ ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ജൂതന്മാർ തന്നെ ആയിരിക്കണം ആദ്യകാലത്ത് ക്രൈസ്തവരായി മാറിയത്. കാരണം ജൂതൻ സമുദായത്തിൽ നിന്നാണ് യേശുദേവൻ ജനിക്കുന്നത്. യേശുദേവന്റെ പ്രവർത്തികളിൽ ആകൃഷ്ടരായി വന്നവർ ഒന്നെങ്കിൽ റോമാക്കാർ ശത്രുക്കളായിരുന്നു. ഇനി ആരെങ്കിലും മതം മാറി യേശുവിന്റെ വെളിപാടുകൾ പ്രബോധനങ്ങൾ കേട്ട് മാറി വന്ന റോമാക്കാരും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പം യേശുവിന്റെ കൂടെ വരാൻ ആദ്യകാല ക്രിസ്ത്യാനികളെ വരാൻ സാധ്യത ജൂതന്മാരാണ്. ജൂത സമുദായത്തിൽ നിന്നാണ് യേശുദേവൻ വന്നത്. അപ്പൊ ജൂതന്മാരായിരിക്കാം ആദ്യം ക്രൈസ്തവരായി മാറാൻ സാധ്യത കൂടുതൽ. ഇത് ഞാൻ ചരിത്രം പറയുകയല്ല, ഞാൻ പോസിബിലിറ്റി പറയുകയാണ്. എന്ന് പറയുന്ന പോലെ അറബികൾ ഉണ്ടായിരുന്നു. അറബികളിൽ നിന്നാണ് നബി ഉണ്ടാവുന്നത്. അപ്പൊ നബിയുടെ ആളുകളായിട്ട് പിന്നെ മുസ്ലിങ്ങളായിട്ട് മാറിയത് അറബികളായിരിക്കാം. പക്ഷേ യേശുവിനും നബിക്കും മുമ്പേ അറബികൾ ഉണ്ടായിരുന്നു. അറബ് നാടുകൾ അന്നും ഉണ്ടല്ലോ. അറബ് നാടുകളിൽ നിന്ന് ഇവിടുന്ന് സുഗന്ധ വ്യഞ്ജനങ്ങളും ഒക്കെ തേടി ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അവരെ മുസ്ലിങ്ങളായിട്ട് പറയാൻ പറ്റും. അവർ അറബികളാണ്, അവർ ഖുറേഷികളാണ്, അവർ വിഗ്രഹാരാധകരായിരുന്നു. മുഹമ്മദ് നബി വന്നതിന് ശേഷം അറബികളുടെ വിഗ്രഹാരാധന നടത്തിയിരുന്ന വിഭാഗങ്ങളെയൊക്കെ തോൽപ്പിച്ച് ഏകദൈവം എന്നുള്ള സിദ്ധാന്തത്തിലേക്ക് കൊണ്ടുവന്ന് ഇസ്ലാം മതം സ്ഥാപിക്കുന്നതാണ് മുഹമ്മദ് നബി അല്ലേ? അതെ. അങ്ങനെ അറബികൾ നബിക്ക് മുമ്പ് കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ മുസ്ലിമുകളാണെന്ന് പറയാൻ പറ്റില്ല. അപ്പം മാലിക് ദീനാർ ഇവിടെ വന്ന് പള്ളി ഉണ്ടാക്കി ഇസ്ലാം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പേ ശബരിമല ക്ഷേത്രം ഉണ്ടെങ്കിൽ എങ്ങനെ അയ്യപ്പന് വാവർ എന്നുള്ള കൂട്ടുകാരൻ ഉണ്ടാവുന്നു? ഇത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരവാണ് വാവരല്ല, വാപുരനാണ് ഉണ്ടായിരുന്നത്. വാപുരൻ എന്ന് പറയുന്ന ഒരു മൂർത്തിയെ നമ്മൾ മറന്നുപോയി. അതിനെ വളരെ ഫലപ്രദമായി കൺവേർട്ട് ചെയ്ത് വാപുരനെ വാവരാക്കി മാറ്റിയ ഒരു തന്ത്രമുണ്ട്. അതാണിപ്പോൾ നടക്കുന്നതെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള ആളുകളും ചരിത്രം പഠിക്കുന്ന ആളുകളും പറയുന്നത്. ഏതായാലും ഇപ്പോൾ എരുമേലിയിൽ വാവർ പള്ളിക്കൊപ്പം തന്നെ വാപുരൻ്റെ ഒരു ക്ഷേത്രം കൂടി വരാൻ പോവാണ്. അപ്പോൾ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് വളരെ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വാവുര സ്വാമിയുടെ ക്ഷേത്രം അവിടെ ഉയരാൻ കേരളത്തിലെ സമീപകാലത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം വെച്ച് സമ്മതിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. വാവുരൻ്റെ ക്ഷേത്രം അവിടെ ഉയർന്നു വന്നാൽ അതാണ് യഥാർത്ഥം എന്ന് തിരിച്ചറിഞ്ഞ് ആളുകൾ അങ്ങോട്ട് മാറിയാൽ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് എന്തു നടപടിയും ഒരുപക്ഷെ ഉണ്ടാവാം. അതുകൂടെ കണക്കിലെടുത്തായിരിക്കാം ഹൈന്ദവ സമുദായവുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളും അങ്ങ് പങ്കെടുത്ത്. ഈ പങ്കെടുത്ത സംഘടനകളൊക്കെ ഉറപ്പാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തി നിർമ്മിക്കാൻ അനുമതി കിട്ടുമോ ആലോചിക്കേണ്ട ഒരു കാര്യം. കാരണം ഇപ്പം പഞ്ചായത്തുകൾക്ക് നേരത്തെ ജില്ലാ കളക്ടറുടെ അനുമതി വേണമായിരുന്നു ഒരു ആരാധനാലയം ഉണ്ടാക്കാൻ. സമീപകാലത്ത് വന്നൊരു ഹൈക്കോടതി വിധി അനുസരിച്ച് ലോക്കൽ ബോഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതി വേണം. എരുമേലി പഞ്ചായത്ത് ഇങ്ങനൊരു പ്രതിഷ്ഠ നടത്തി ക്ഷേത്രം ഉണ്ടാക്കാൻ അനുമതി കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഹിന്ദുക്കൾ അവരുടെ ആരാധനാമൂർത്തിയായ വാവുരനെ സ്ഥാപിക്കാൻ വേണ്ടി, പ്രതിഷ്ഠ നടത്താൻ വേണ്ടി, ക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നേക്കാം. അപ്പോൾ ഏതായാലും അത് ഞാനത് ആലോചിക്കുന്നില്ല. കാരണം അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു വലിയ പ്രക്ഷോഭമായി മാറും. നിലയ്ക്കൽ സമരത്തെ പോലെ വലിയൊരു സമരമായി ഞങ്ങൾക്കിഷ്ടമുള്ള, ഞങ്ങളുടെ വിശ്വാസപ്രകാരം, ഞങ്ങളുടെ ദേവപ്രശസ്തി തെളിഞ്ഞു വന്ന ഒരു മൂർത്തിയെ പ്രതിഷ്ഠിക്കാൻ അനുമതി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ആ ഒറ്റ കാരണം കൊണ്ട് വാവുരസ്വാമിയുടെ ക്ഷേത്രം കേരളം മുഴുവൻ അറിയപ്പെടുന്ന ക്ഷേത്രമായി മാറും. അത്തരം ഒരു മണ്ടത്തരം കാണിക്കാനായിട്ട് എരുമേലി പഞ്ചായത്ത് തീരുമാനിക്കുമെന്ന് കണ്ടറിയണം. ഏതായാലും വാവരല്ല, വാപുരനാണ് ശരി എന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് ഉറപ്പായിരിക്കുകയാണ്. അഷ്ടമംഗല ദേവപ്രശ്നത്തിലെ വിധി വന്നു കഴിഞ്ഞു. അതനുസരിച്ചുള്ള ദേവപ്രതിഷ്ഠ, ക്ഷേത്ര നിർമ്മാണമൊക്കെ അതിവേഗം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.